ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോണ പുതിയ ഡിസൈൻസുമായിട്ട് 4 ചെക്കോട്ട സാരീസ് ആണ്. അപ്പം അതിലത്തെ ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അതല്ല വേറെ കളർ ചേഞ്ച് വേണമെങ്കിൽ അതായാലും വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ ഡിസൈൻസ് ഇന്ന് ആണെങ്കിലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം ആദ്യത്തെ സാരി തന്നെ ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഇത്തിരി ഹെവി ആയിട്ട് എന്ന് വെച്ചാൽ ഹെവി എന്ന് പറഞ്ഞാൽ പാർട്ടി വെയർ ആ ഒരു രീതിയിലല്ല പറഞ്ഞത്, പക്ഷേ എംബ്രോയിഡറി കാണാൻ കുറച്ചധികം ഉള്ള മാതിരിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മുന്താണിയുടെ 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലും ഉണ്ട് ഡിസൈൻ. അപ്പോൾ ഇതുപോലെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇത് ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് നമ്മൾ ഫുള്ളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലീവ്സ് ആണെങ്കിലും ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്, ഫ്ലവേഴ്സ് ആണെങ്കിലും ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റെം സ്റ്റിച്ചും നടുക്ക് ചെയ്തിരിക്കുന്നത് സാറ്റിൻ സ്റ്റിച്ചുമാണ്. ഇതിപ്പം ഡബിൾ ഷീറ്റ് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലവർ ആയാലും ലീഫ് ആയാലും നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു സൈഡിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. മറു സൈഡിൽ ഇതുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ് മറു സൈഡിൽ മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ റണ്ണിങ് പോർഷനിലാണ് വരുന്നത്. ഇതെല്ലാം ഡെയിലി വെയറിന് പറ്റിയ സാരീസാണ്. ഇപ്പോൾ റണ്ണിങ് പോർഷനിൽ ഇതുപോലെ തന്നെ മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിൽ കണ്ടുവരെ തന്നെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷോൾഡറിൽ ഫ്രണ്ടിലാണ് വരുന്നത്. ഫ്രണ്ടിൽ വരുമ്പം ഡിസൈനിങ് കുറച്ച് നീളത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വലിയ ഫ്ലവേഴ്സും ആയതുകൊണ്ട് ഇങ്ങനെ നീളത്തിലാണ് ഒരു ഡിസൈനാണ് നമ്മൾ നീളത്തിൽ ചെയ്തിരിക്കുന്നത്. കുറച്ച് വലിയ ഫ്ലവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് നല്ലോണം എടുത്ത് കാണിക്കും. ഒത്തിരി അങ്ങ് തയ്ച്ചേക്കുമല്ല, പക്ഷെ ഈ ഫ്ലവേഴ്സിൻ്റെ മുഴുപ്പുള്ളത് കൊണ്ട് നമുക്ക് എംപോസ് ചെയ്ത് കാണാൻ തോന്നും. പിന്നെ ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. ഇങ്ങനെ ഒരു കുഞ്ഞ് ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. ഇത് ഡെയിലി വെയറിന് പറ്റിയൊരു സാരിയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഈ കളറിൽ ബ്ലൗസ് ഇട്ടാലും 2x2 ബ്ലൗസ് എടുത്ത് ഇടുവാണെങ്കിൽ, അല്ലെങ്കിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ബ്ലൗസസ് ഉണ്ടെങ്കിൽ അതിട്ടാലും നല്ലതായിരിക്കും. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കിടന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1500 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പം നമ്മുടെ അടുത്ത സാരി കണ്ടു നോക്കാം. അടുത്ത സാരി നമ്മുടെ ആഷ് കളർ സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ഡബിൾ ഷീറ്റ് ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്, പക്ഷേ വ്യത്യാസമുണ്ട് ആദ്യം കണ്ട ബ്ലാങ്കറ്റ് സ്റ്റിച്ചും ഈ ബ്ലാങ്കറ്റ് സ്റ്റിച്ചും. ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സിൻ്റെയൊക്കെ സെൻറ്ററിൽ ഷുഗർ ബീഡാണ്, വൈറ്റ് കളർ ഷുഗർ ബീഡും കൊടുത്തിട്ടുണ്ട്. തീരെ കുഞ്ഞു ഫ്ലവേഴ്സാണ് നമ്മൾ, മറ്റേത് വലുതാണ്. ഇതിൻ്റെ അകത്ത് തീരെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഒരു ഫ്ലവർ ബഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഡബിൾ ഷെയ്ഡ് ഒരു ലൈറ്റ് ബ്രൗണും അതിൻ്റെയും ലൈറ്റ് കളറായിട്ട് പോകുന്ന ഒരു കളർ ഷെയ്ഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുന്താണിയിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിലാണ് ഒരു 2 ഫ്ലവർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. കുഞ്ഞു ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡറിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ ആദ്യം മുന്താണിയിൽ കണ്ടോർത്ത് തന്നെ ഡിസൈൻ 2 എണ്ണമാണ് ഷോൾഡർ പ്ലീറ്റിൽ. ഒരെണ്ണം ഇവിടെ, പിന്നെ ഒരു 3.5 ഇഞ്ച് വിട്ടിട്ട് അടുത്ത ഡിസൈനും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷൻ. ഫുൾ ഡിസൈൻ ഇല്ല, ഒരു കുഞ്ഞ ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലുള്ളത്. അതും സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. ഇത് ഒത്തിരി എംപോസ് ചെയ്തിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ അല്ല, ഭയങ്കര സെറ്റിൽ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ പ്രായമായ ആൾക്കാർക്ക് അല്ലെങ്കിൽ കളർ ഒത്തിരി തെറിച്ച് നിൽക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് പറ്റിയൊരു സാരിയാണ്. ഇതിൻ്റെ അകത്ത് ഈ സെയിം കളർ ബ്ലൗസ് പീസ് ഇടുന്നതായിരിക്കും നല്ലത്. മിക്സ് ആൻഡ് മാച്ച് ഇടുന്നേക്കാളും നല്ലത്, വർക്കിൻ്റെ കളർ ഇടുന്നേക്കാളും നല്ലത് ഈ സാരിയുടെ കളർ തന്നെ ബ്ലൗസ് പീസ് ഇടുന്നതായിരിക്കും നല്ലത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1550 ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി അടുത്ത സാരി നമുക്ക് കണ്ടു നോക്കാം. അടുത്ത സാരി ഓഷ്യൻ ബ്ലൂ കളർ സാരിയാണ്. ഇതിൻ്റെ അകത്ത് ഓഷ്യൻ ബ്ലൂ അല്ലെങ്കിൽ ഓഷ്യൻ ഗ്രീൻ എന്ന് പറയുന്ന കളറാണ്.
ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ നീളത്തിലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ലോങ് ഫ്രഞ്ച് നോട്ട് ഉണ്ട്, ഡേസി ഉണ്ട്, ഫിഷ് ബോൺ ഉണ്ട്, അങ്ങനെയൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു സൈഡിൽ വന്നിരിക്കുന്നത്. ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ, ലൈറ്റ് ഒലീവ് ഗ്രീനും പിങ്കും കോമ്പിനേഷനാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് മുന്താണിയുടെ ഒരു സൈഡിൽ വരുന്നത്. മറു സൈഡിൽ ഒരു കുഞ്ഞ് ഡിസൈൻ, ഇവിടെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു കുഞ്ഞ് ഡിസൈനാണ് ഇപ്പുറത്തെ വശത്ത് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈനാണ് റണ്ണിങ് പോർഷനും നമ്മുടെ വരുന്നത്. റണ്ണിങ് പോർഷനിൽ വരുന്നത് അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈനാണ് റണ്ണിങ് പോർഷനിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ കുറച്ച് ലെങ്തി ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കാണുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിൽ വരുന്ന ഡിസൈൻ. ഇങ്ങനെ ലെങ്ത് വൈസ് ആയിട്ട് നല്ലോണം നീളത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിസൈനേ ഉള്ളൂ ഫ്രണ്ടിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് ഡിസൈൻ വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ കണ്ട മാതിരി ഒരു കുഞ്ഞ് ഡിസൈൻ, ഒത്തിരി കുഞ്ഞിതല്ല, മുന്താണിയുടെ അപ്പുറത്തെ വശത്ത് കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വലിയ ഡിസൈനാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ആക്ച്വലി എന്താ വെച്ചാൽ ഫ്ലവേഴ്സ് തയ്ക്കുന്നേക്കാളും കൂടുതൽ ലീവ്സ് ആണ് കൂടുതൽ, പച്ചപ്പാണ് കൂടുതലായിട്ട് എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ലോങ് ഫ്രഞ്ച് നോട്ടും ഡേസി വളരെ കുറച്ച് ഫ്ലവേഴ്സേ ഉള്ളൂ, ബാക്കിയെല്ലാം മുട്ട് പോലെ ലോങ് ഫ്രഞ്ച് നോട്ടുമാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സീലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1750 ആണ് ഇതിൻ്റെ റേറ്റ്. താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ പീസ്, അതൊരു നല്ലൊരു പാറ്റേൺ ആണ്, എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കളറുമാണ്. അപ്പം അതിൻ്റെ അകത്ത് കളർ വന്നിട്ട് ബ്ലാക്ക് ആണ്, എൻ്റെ ഫേവറേറ്റ് കളറാണ് ബ്ലാക്ക്. അതിൻ്റെ അകത്ത് നമ്മൾ പിങ്ക് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു മിനി പാർട്ടി വെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാരിയാണ്. കുഞ്ഞൊരു പാർട്ടിക്കൊക്കെ നമുക്ക് പോകുമ്പോൾ എടുക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് മുന്താണി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു കോർണറിൽ ഇതുപോലെ ഒരു മാംഗോ ഡിസൈനാണ്. ഇതിൻ്റെ അകത്ത് കട്ട് വർക്ക് ചെയ്ത മാതിരി ഹണികോം സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് 6 strands ഇട്ടിട്ട് ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഡേസിയുടെ ഉള്ളിലെ ഒരു സ്ട്രെയിറ്റ് ലൈനും കൂടെ തയ്ച്ചതാണ് ഈ ഫ്ലവർ ചെയ്തിരിക്കുന്നത്. നടുക്ക് ഫ്രഞ്ച് നോട്ടും ലീവ്സ് ആണെങ്കിലും അതുപോലെ തന്നെ. എന്നിട്ട് ചുറ്റും നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് തടിച്ചു നിൽക്കുന്ന ആ ഒരു കട്ട് വർക്കിൻ്റെ ചുറ്റും നമുക്കൊരു തടിച്ച വർക്ക് ഉണ്ടാവില്ലേ, ആ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചുറ്റും സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ്. ഈ ചുറ്റും ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. മിഷ്യത്തിൽ തയ്ക്കുന്നവരെ അല്ലല്ലോ, കൈകൊണ്ട് തയ്ക്കുമ്പോൾ കുറച്ച് അധികം സമയം എടുക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ മുന്താണിയുടെ ഈ ഒരു സൈഡിലും മറു സൈഡിലും ആ സെയിം ഡിസൈൻ തന്നെയുണ്ട് ഇപ്പുറത്തെ സൈഡിലും. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലാണ് അതുപോലെ തന്നെ ഒരു ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ കളറ് രണ്ടിൻ്റെയും കോമ്പിനേഷൻ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് കളർ കോമ്പിനേഷനാണ്. നല്ല തെറിച്ച് നിൽക്കുന്ന ഇതാണ്. ബ്ലാക്കിൻ്റെ അകത്ത് ലൈറ്റ് പിങ്കും കുറച്ച് ഡാർക്കർ ഷെയ്ഡും പിന്നെ ഈ ലൈറ്റ് ഗ്രീനും കൂടെ വന്നപ്പോൾ നല്ല എടുപ്പാണ്. ഈ വർക്കും കൂടെ വന്നപ്പം ഈ ഹണികോം സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ ആ ബ്ലാക്ക് കളറും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് റണ്ണിങ് പോർഷനിൽ ഒരു ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിൽ ഇതുപോലത്തെ 3 ഡിസൈനാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇതുപോലത്തെ 3 മാംഗോ ഡിസൈൻസ് ആണ് വരുന്നത്. ഇങ്ങനെ 3 എണ്ണം വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഡിവിജ്വൽ ഫ്ലവർ, ഡേസി ഇതുപോലത്തെ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് ബോർഡറിൽ കൂടെ കുറച്ച് തയ്ച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇതുപോലെ ഒരെണ്ണം തയ്ച്ചു കഴിഞ്ഞ് ഒരു 10 ഇഞ്ച് ഗ്യാപ്പിൽ അടുത്തത് വരും തയ്ച്ചിരിക്കണം. പിന്നെ ഒരു 10 ഇഞ്ച് ഗ്യാപ്പിൽ അടുത്തത്, അങ്ങനെ കുറച്ച് തയ്ച്ചിട്ടുണ്ട്. സിംഗിൾ ഫ്ലവേഴ്സ് ഉണ്ട്. പിന്നെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഒരെണ്ണമുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത്. ഇത് ഒരു മിനി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഈ ഒരു പിങ്ക്, ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ ഡാർക്ക് പിങ്കോ ഏത് ഷെയ്ഡായാലും കുഴപ്പമില്ല. അതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡിൻ്റെ ബ്ലൗസും കൂടെ ഇട്ടിട്ട് ആക്സസറീസും കൂടി ഇടുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പാർട്ടിക്ക്, എന്ന് വെച്ചാൽ ബ്ലാക്ക് ആയതുകൊണ്ട് ഈ കളറും ആയതുകൊണ്ട് ഒരു കട്ട് വർക്ക് ഫീലും കിട്ടുന്നതുകൊണ്ട് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2500 ആണ് ഇതിൻ്റെ റേറ്റ്.
അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇന്ന് കണ്ടിരിക്കുന്ന 4 സാരിയിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.